ഈ ചാവേറാക്രമണം ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചില എക്സ് മുസ്ലിമീങ്ങളൊക്കെ വന്നുകൊണ്ട് പറയുന്നത് എന്താ വെച്ചാൽ കണ്ടില്ലേ ഇനി ഡോക്ടർമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളി. അതായത് മതം പറയുന്ന പരലോകം പ്രസംഗിക്കുന്ന ഡോക്ടർമാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളി. യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് അറിയോ? ഈ ചാവേറായി പൊട്ടിത്തെറിച്ച സ്വർഗം കിട്ടുന്ന അവർ പഠിപ്പിക്കണത്. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ. അത്തരം ആളുകൾ വിഡ്ഢിത്തത്തിന് കയ്യും കാലും വെച്ചവരാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചാവേറാക്രമണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. ആത്മഹത്യ ചെയ്ത ആളുകൾക്ക് നാളെ നരകമാണുള്ളത്. ഏത് രൂപത്തിലാണോ അയാൾ ആത്മഹത്യ ചെയ്തത്, ഇപ്പോൾ ഒരു വയറിന് അയാളൊരു കമ്പി കൊണ്ട് കുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നാളെ പരലോകത്ത് കുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. വിഷം കഴിച്ചവൻ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കും. മലയുടെ മുകളിൽ നിന്ന് ചാടിയവൻ ചാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ വക്താവിന് എങ്ങനെയാണ് ചാവേറായി പൊട്ടിത്തെറിക്കാൻ പറ്റുക? അപ്പോൾ അതൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം പറയും. എന്നാൽ നേരെ എതിര് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മരണത്തോടു കൂടിയ ജീവിതമല്ല, ഒന്നുമില്ല, ചോദ്യമല്ല, മറുപടിയില്ല, സ്വർഗമല്ല, നരകമല്ല, ഒന്നുമില്ലെങ്കിൽ എന്തും ചെയ്യാലോ. അത്തരം ആളുകൾക്കാണ് എന്തും ചെയ്യാനുള്ള സാധ്യതയും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും കൂടുതലുണ്ടാകും. അത് വെറുതെ പറയല്ല. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭീകരാക്രമണവും കൂട്ടക്കുരുതികളും ഉണ്ടായത് ഇപ്പോൾ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം. ഏകദേശം 10 കോടിയിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വിധേയരായിട്ടുണ്ട് അല്ലേ? എന്നാൽ ഏറ്റവും വലിയ യുദ്ധക്കൊതിയനായിട്ടും ഇസ്ലാം വാളിൻ്റെ മതമാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധവെറിയനാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. പ്രവാചകൻ്റെ മൊത്തം യുദ്ധങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരു 1300-ൽ താഴെ ആളുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. 1000 മുതൽ 1300-ൽ താഴെ ആളുകൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ഈ കോടികൾ ഇപ്പോൾ നമ്മളെ കൺമുമ്പിലാണ് ഗസ കണ്ടത്. 3,400,000 ആൾക്കാരാണ് അവിടെ മരണപ്പെട്ട്. 1,00,000-ഓളം ആൾക്കാരെന്ന് പറയും ശരിക്ക്. അതിൻ്റെ പിന്നിലാരാ അപ്പം എന്താ ഈ പറയണത്? അപ്പോൾ ഇതൊക്കെ ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. എന്നിട്ട് ഇത് വെച്ചിട്ടുണ്ട് പർവ്വതീകരിച്ച് അതിന് ചില എക്സ് മുസ്ലിമീങ്ങൾ മുസ്ലിം പേര് വെച്ചുകൊണ്ട് ഇത് പറഞ്ഞ് വലിയ സംഭവമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ ഗൗരവപൂർവ്വം തന്നെ ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.